മഹാഗുരുശരണം. ഇന്ന് 24/2/2025 തിങ്കളാഴ്ച. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ശ്രീനിവാസ് അപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്നലെ 21 ദിവസം 41 ദിവസത്തെ പ്രത്യേകത പറഞ്ഞ് നമ്മുടെ നവഗ്രഹങ്ങൾ, പഞ്ചഭൂതങ്ങൾ, നക്ഷത്രങ്ങൾ, രാശികൾ ഒക്കെ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഇത് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു എനിക്കറിയാവുന്ന രീതിയിൽ. അതിൽ ഈ 12 രാശികളായിട്ട് ഭൂമിയെ മധ്യകേന്ദ്രം, ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഭൂമിയെ എന്ന് പറഞ്ഞു തോന്നുന്നു, ഭൂമിയെ മധ്യകേന്ദ്രമാക്കിക്കൊണ്ട് ഈ സൗരയൂഥം കംപ്ലീറ്റ്, നമ്മൾ മിൽക്കി വേ പാലാഴി മദനം നടന്നില്ലേ, ആ ഒരു എനർജി സെൻറ്റർ അതിലെ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടാണ് ഈ 12 രാശികളുള്ളത്. ഈ 12 രാശികളുടെ ഇതിനുള്ളിലാണ് 27 നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നണം 5-6 പേരോട് സംസാരിക്കാൻ സാധിച്ചു. പല ആൾക്കാരും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും കോൺടാക്റ്റ് ചെയ്തു. അതുകൂടാണ്ട് എൻ്റെ ഈ വീഡിയോയുടെ താഴെ srk20@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാൻ നമ്പർ കൊടുത്തു. അപ്പോൾ ആരും വിളിക്കരുത്, മെസ്സേജ് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റേതായ ഇതുണ്ട്, ഞാൻ ആൾക്കാരെ വിളിക്കുകയാണ് നേരിട്ട്, വിളിക്കുന്ന നമ്പർ വേറെയാണ്. അതുകൊണ്ടാണ് കാര്യം, എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഇവിടെ വിളിക്കാനുള്ള റേഞ്ചില്ല ഞാൻ താമസിക്കുന്നിടത്ത്, അതാണ് കാര്യം കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് 5-6 പേരോട് സംസാരിക്കാൻ സാധിച്ചത് എനിക്ക് നിയോഗമുള്ളവർ മാത്രമേ പറ്റുള്ളൂ. അത് അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ജ്യോതിഷനല്ല, ആ കാര്യം ഞാൻ പറയാം. പക്ഷേ അവരുടെ അടുത്തുനിന്ന് ഒരു ജാതകമോ എന്തെങ്കിലും വാങ്ങിച്ച് ആ എനർജി കണക്ഷനായിട്ട് അതിന് നിയോഗം ഉണ്ടെങ്കിൽ അവർക്ക് ഗൈഡൻസ് നൽകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് എൻ്റെ കഴിവല്ല, ഈശ്വരാനുഗ്രഹം. അതിലുപരി എന്നെ ഈ രംഗത്തേക്ക് കൈപിടിച്ച ബ്രഹ്മശ്രീ കൃഷ്ണൻ ഭ്രാന്തിരി തിരുമേനിയുടെ അനുഗ്രഹമാണെന്നാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ നിയോഗമുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇത് ചെയ്യുന്നത്. ഇന്നലെ സംസാരിച്ചപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഈ പഞ്ചഭൂതങ്ങളുടെ എഫക്റ്റ്, നമ്മുടെ നക്ഷത്ര ദേവതകൾ, അതൊക്കെ ഇന്നലെ വ്യക്തിപരമായിട്ട് സംസാരിച്ച ആൾക്കാരോട് മിനിമം അരമണിക്കൂറോളം പല ആൾക്കാരോടും സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായി കാണും. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരുടെയും നോക്കുമ്പോൾ ചിലരുടെ വഴിപാട് പെൻഡിങ്, ചിലരുടെ കുടുംബദേവതകൾ കാണാത്തത്, കുടുംബദേവതകളെ അവിടെ പോകാത്തതിൻ്റെ പ്രാധാന്യം അറിയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ 7 തലമുറയുടെ ക്ലോസ് റിലേഷൻ നമ്മളിലുണ്ട്. 7 തലമുറ. ആ 7 തലമുറകൾക്കുള്ളിൽ നമ്മൾ ഏതൊക്കെ ദേവതകളെ ആരാധിച്ചിരുന്നോ അതിൻ്റെ സ്വാധീനം നമ്മളിലുണ്ട്. അതൊരു എനർജിയാണ്, മനസ്സിലായത്? അത് ആ രൂപമായിട്ട് കാണരുത്, ആ രൂപത്തിനെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ടുള്ള ഒരു എനർജിയാണ്, ഊർജമാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം അവരുടെ കുട്ടികളുടെ കാര്യം, കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഗൈഡൻസ് വാങ്ങിച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ 7 തലമുറകൾക്കപ്പുറത്തുണ്ടായിരുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം അവരും ഞങ്ങളുടെ ഇനി വരുന്ന തലമുറകൾക്ക് നന്നാകണമേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട്, കാര്യം അന്ന് മൊബൈലില്ല, TV ഇല്ല, ഒന്നുമില്ല. 7 തലമുറകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് അവർ ജീവിച്ചിരുന്ന സാഹചര്യം എന്താണ്? അന്നും അവർ ഈ ദേവതകളെ ആശ്രയിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ. ഈ ഇന്നത്തെ പോലെ വാഹന ഗതാഗതമൊന്നുമില്ല, ദൂരദേശങ്ങളിലൊന്നും പോയി പ്രധാന ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അവിടെ ആ നാട്ടിലുള്ള ഗ്രാമദേവത അല്ലെങ്കിൽ ആ കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ദേവതകൾ അവരെ ആശ്രയിച്ച് അവർക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇപ്പോഴും എങ്ങനെയെങ്കിലും, പ്രശ്നങ്ങളുണ്ടാകും, ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷേ അവർ ജീവിച്ചതിനേക്കാളും എത്രയോ വ്യത്യാസം, എത്രയോ പുരോഗമനപരമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു ഇല്ലേ? അന്ന് മണ്ണെണ്ണ പോലും കിട്ടാറുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാര്യം വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയിലൊക്കെ ആയിരിക്കും അന്ന് വിളക്ക് തെളിച്ചുകൊണ്ടിരുന്നത് രാത്രികളിൽ. അവരെങ്ങനെ ഉറങ്ങിയിരുന്നു, അവർ ചാണകം മെഴുകിയ തറയിൽ ഉറങ്ങിയിരുന്നു. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അവർ പുൽപ്പായിട്ട് ഉറങ്ങിയിരുന്നു. തലയണ പോലും അന്നത്തെ കാലത്തുണ്ടായിരുന്നു എന്നുള്ള സംശയം, പലകയാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറുമ്പോൾ ഇവരുടെ പ്രാർത്ഥനയുടെ ഫലം അവിടെയുണ്ട്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ആ ദേവതകളെ നമ്മളാൽ കഴിയാവുന്ന നമ്മൾ ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ കാശൊക്കെ കൊണ്ടുപോയി പൊടിച്ച് അവിടെ അത് ചെയ്യാൻ ഇത് ചെയ്യാനായിട്ട് പറയുന്നില്ല. അതിന് സാഹചര്യമുള്ളവർ ചെയ്യുക, അതിന് മാത്രമുള്ള ഇതുള്ളവർക്ക് അവിടെ എന്തെങ്കിലും വഴിപാടുകൾ യഥാശക്തി ചെയ്യുക, കടം വാങ്ങി ചെയ്ത്. പക്ഷേ ആ ദേവതകളോട് നന്ദിയോടെ സ്മരിക്കുക. ഞങ്ങളുടെ പൂർവികന്മാർക്ക് നിങ്ങൾ നൽകിയ അനുഗ്രഹമാണ് ഞങ്ങൾ ഈ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ. ഇനിയും ഞങ്ങളെയും ഞങ്ങളുടെ ഇനി വരുന്ന തലമുറയെയും നിങ്ങൾ രക്ഷിക്കണമേ എന്ന് നമ്മൾ പറയുക. നമുക്കെപ്പോഴും ദേവതകളോട് ഡിമാൻഡ് ചെയ്യാം. നമ്മുടെ അച്ഛനമ്മമാരോട്
എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുന്ന പോലെ പരാതി പറയരുത്. നമുക്ക് പറയാം, എനിക്ക് നല്ല ജീവിതം വേണം, എനിക്ക് നല്ല കുട്ടികൾ വേണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, കുട്ടികൾക്ക് കല്യാണം നടക്കണം, അത് എന്തും നമുക്ക് ദേവതകളോട് ആവശ്യപ്പെടാം. അതിന് വേണ്ടിയാണ് അവരുള്ളത്. അതിൻ്റെ അർഹമായ സമയത്ത് നമുക്കത് കിട്ടിയിരിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു വ്യക്തിയോട് 1-2 വ്യക്തിയോട് സംസാരിച്ചപ്പോഴത്തേക്കും അവർക്ക്, അപ്പോൾ ചിലരോട് ഞാൻ നമ്പർ ചോദിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരോട് നമ്പർ ചോദിക്കും. അത് എങ്ങനെയെങ്കിലും ചോദിക്കുക. അപ്പോൾ ഒരു നമ്പർ പറയാൻ പറയും, ചില അക്കങ്ങൾ പറയാൻ പറയും, ആവർത്തിക്കരുതെന്ന് പറയും, 0 ചേർക്കരുത്. അത് ആ സമയത്തെ ഇൻഡ്യൂഷൻ വെച്ചാണ് പറയുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ വഴിപാടുകൾ പെറ്റും കണ്ട്. കാര്യം നമുക്കൊരു വീട് പണി നടക്കാൻ, ജോലി കിട്ടാനായിട്ട് ഇതിനൊക്കെ നമ്മൾ വഴിപാട് ചെയ്യുന്നുണ്ടല്ലേ. ഈ വഴിപാട് ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് നമ്മൾ മറന്നു കാണും. പക്ഷേ ഈ ദേവതകൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ ദേവതകൾ നമ്മുടെ നിയമപരമായിട്ട് ദേവതകൾ മൈനർ സ്റ്റാറ്റസ് ആണ് അല്ലേ. മൈനർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെപ്പോലെയാണ്. കുട്ടികൾക്കൊരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ അവർ പിണങ്ങും. ഇത് തന്നെ ദേവതകളുടെ കാര്യത്തിൽ സംഭവിക്കും. കാര്യം അവർ നമ്മൾ എന്താണോ ചോദിച്ചത്, എന്താണോ ഒരു കരാറ്, വാക്കാലുള്ള കരാറാണ്, ഇത് എഴുതിയിട്ടൊന്നുമില്ല, രജിസ്റ്റേർഡ് എഗ്രിമെൻ്റ് ഒന്നുമല്ല. പക്ഷേ എനിക്ക് ഇന്ന സൗകര്യമാകുമ്പോൾ ഞാൻ അവിടെ മുഴുക്കാപ്പ് ചെയ്യാമെന്നോ, അല്ലെങ്കിൽ ഞാനൊരു പൂജ ചെയ്യാമെന്നോ, അല്ലെങ്കിൽ ഞാനൊരു മാല തരാമെന്നോ, അല്ലെങ്കിൽ നെയ്വിളക്ക് നടത്താമോ എന്നൊക്കെ പറയുന്ന അവർ പ്രതീക്ഷിച്ചിരിക്കും. എന്നിട്ട് അവർക്ക് അവരുടെ സിദ്ധി വെച്ചിട്ട് നമുക്ക് അനുഗ്രഹം തന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു പോയി കഴിയുമ്പോൾ നമ്മളത് മറക്കും. മനസ്സിലായി? അത് മറക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവരുടെ അനുഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ ഈ കരാർ ലംഘനം അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെതായ അനുഭവങ്ങൾ വരും. അങ്ങനത്തെ ചില കേസുകളും കണ്ടു. അപ്പോൾ എന്ത് വന്നാലും ഇങ്ങനത്തെ വഴിപാട്, കഴിയാവുന്നതും വഴിപാടുകൾ നേരാണ്ടിരിക്കുക. നേർന്നാൽ അത് കൃത്യമായിട്ട് ചെയ്യണം. ചെയ്യാൻ പറ്റുന്ന വഴിപാടേ നേരാവുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ വഴിപാട് പ്രതീക്ഷിച്ചാണ് ദേവത അനുഗ്രഹിക്കണമെന്ന് വിചാരിക്കുക. നമ്മുടെ മനസ്സ് അവിടെ എത്തുക. പഞ്ചഭൂതങ്ങളിൽ ഏതാണ് നമ്മുടെ എഫക്റ്റ്, അതിനെ മാധ്യമമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. 21 ദിവസത്തിനുള്ളിൽ നമുക്ക് മാക്സിമം 21 ദിവസം കേട്ടോ. ചിലർക്ക് പിറ്റേ ദിവസം റിസൾട്ട് അറിഞ്ഞ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ശനീശ്വരൻ്റെ സേവ കൂടി ചെയ്യുന്നവർക്ക് പിറ്റേ ദിവസം റിസൾട്ട് അറിഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ 21 ദിവസത്തിനുള്ളിൽ അതിൻ്റെ മാക്സിമം മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നമ്മളെ രക്ഷിക്കാനായിട്ട് ദേവതകളുണ്ട്, ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഈ നമ്മുടെ ശരീരത്തിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഈ മൊബൈൽ എന്ന മാധ്യമം ഉണ്ടാക്കിയതും നമ്മൾ സംസാരിക്കാനും നിങ്ങൾ കേൾക്കാനുമായിട്ട് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന ആ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഊർജ്ജ കേന്ദ്രം, അതിനെ ദേവതകളെന്നോ ഈശ്വരനെന്നോ എന്തും പറയാം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇത് തരുന്ന സൂക്ഷ്മ ശരീരൂപത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്. അതിലൊന്നാണ് മഹാവതാർ ബാബാജി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാര്യം ഒരുമാതിരി ഭൂമിയുടെ പല ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഊർജ്ജ വലയത്തിനകത്തുണ്ട്. സ്പിരിച്വലി ഇത് ചെയ്യുന്നവരിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൽ വന്നിട്ടുണ്ട്. പലർക്കും, എന്നെ ബന്ധപ്പെട്ട പലർക്കും അതിൻ്റെ അനുഭവങ്ങളുണ്ട്. മനസ്സിലായി? പക്ഷേ ഇതെന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കണക്ഷൻസ് മനസ്സിലായി. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, ഒരേ രീതിയിലായിരിക്കില്ല, ഓരോ രീതിയിലായിരിക്കും. തൽക്കാലം ഇന്ന് നിർത്തുന്നു. ഇന്ന് അബാക് മീഡിയയുടെ റെക്കോർഡിങ്ങിന് പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ എല്ലാവരും കുടുംബദേവതകളെ മനസ്സാ പ്രാർത്ഥിക്കുക. അതുപോലെ എന്തെങ്കിലും വഴിപാടുകളുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടുമ്പോൾ, സമയ സൗകര്യമുള്ളപ്പോൾ അത് നടത്താൻ നോക്കുക. അതുപോലെ നമ്മൾ വഴിപാട് ചീട്ടാക്കി കഴിഞ്ഞാൽ അത് ചെന്ന് ആ പ്രസാദം സ്വീകരിക്കുമ്പോൾ പോലും നമ്മൾ ചുമതലപ്പെടുത്തിയ ഒരാളെ സ്വീകരിക്കുമ്പോഴേ ആ വഴിപാട് പൂർണ്ണമാകുന്നുള്ളൂ. നമ്മളതിന് മണി ഓർഡർ അയച്ചു കൊടുത്തതുകൊണ്ടോ GPay ചെയ്തതുകൊണ്ടോ ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ടോ കംപ്ലീറ്റ് ആകുന്നില്ല. ഭയഭക്തി പുരസരം പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രസാദം സ്വീകരിക്കുക. ആ പൂജാരിക്ക്, ആ പുരോഹിതന് യഥാശക്തി ദക്ഷിണ നൽകുക. ആ ദേവനോട് നന്ദി പറയുക. ഇത്രയും ചെയ്യുമ്പോഴാണ് ആ വഴിപാട് കംപ്ലീറ്റ് ആകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസന, എൻ്റെ ജപം എല്ലാം അതിൻ്റെയൊക്കെ പുണ്യം എന്നെ കേൾക്കുന്ന, കാണുന്ന എല്ലാവർക്കും ഞാൻ പങ്കുവെച്ച് നൽകുന്നു. എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വമനോകാമനാഭീഷ്ടവും നടക്കട്ടെ എന്ന് ദേവതകളുടെ മഹാഗുരുവിൻ്റെ പ്രൊട്ടക്ഷനിൽ എല്ലാവരുടെയും, എല്ലാ കുടുംബാംഗങ്ങളുടെയും ജീവിതം മുന്നോട്ട് പോട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ആൾ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ.